ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടപ്പുട്ട് എന്ന പുട്ട് വിഭവമാണ്. മുട്ടപ്പുട്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മുട്ട കൂട്ടി ഉണ്ടാക്കുന്ന പുട്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ മുട്ടപ്പുട്ട് തന്നെയാണ്, അത് നമ്മൾ മുട്ടത്തോടിൻ്റെ ഉള്ളിൽ വെച്ചാണ് പുട്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ കാണാം. ഞാനിവിടെ നല്ലപോലെ കഴുകി ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ്. അതിൻ്റെ തോട് പൊട്ടിച്ച് തോടും മുട്ടയും വേർതിരിച്ചെടുക്കാം. ഉണ്ണിയും വെള്ളയും മാറ്റി അതിൽ മുട്ടത്തോട് മാത്രം നമ്മൾ എടുക്കുകയാണ്. പൊട്ടിച്ചെടുക്കുമ്പോൾ മുട്ടത്തോട് പൊട്ടാതെ ശ്രദ്ധിച്ച് എടുക്കുക. നമ്മളെല്ലാം മുട്ടത്തോടും പൊട്ടിച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് പാൻ വെച്ച് എണ്ണ ചൂടാകാൻ വയ്ക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടെടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട്, ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഇളക്കി ഒന്ന് കൊടുക്കാം. മുട്ട ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് അങ്ങോട്ട് ഉണങ്ങണ്ട, ആവശ്യത്തിന് റെഡിയായി. ഇതുപോലെ നമ്മുടെ ഗ്രേവി പോലെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ തന്നെ അരിപ്പൊടി എടുത്ത് തേങ്ങായും കൂട്ടി പുട്ട് കുഴയ്ക്കാനുള്ള പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ പുട്ടിനുള്ള മാവ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നിറച്ചതിന് ശേഷം അപ്പച്ചമ്പിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്ത് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിൻ്റെ മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരമണിക്കൂറോളം ആവി കയറ്റി വേവിക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുട്ട വെന്തോന്ന് നോക്കാം. എല്ലാ മുട്ടയും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുട്ട വെന്ത് കീറിയിരിപ്പുണ്ട്. ഒരെണ്ണമെടുത്ത് നമുക്ക് നോക്കാം. ഭയങ്കര ചൂടാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി സംഭവം. മുട്ടയും പൊട്ടും കൂടെ പൊളിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് അകത്ത് വെച്ച് കഴിക്കുന്നത് ആദ്യമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.